നമസ്കാരം. ലോകത്തെ ഏറ്റവും കുപ്രസിദ്ധമായ തീവ്രവാദ സംഘടനകളിലൊന്നാണ് ഹമാസ്. നമ്മുടെ നാട്ടിലെ പല സാംസ്കാരിക നായന്മാരും ഇത് സമ്മതിച്ചു തരില്ല എങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഒരു പരിശുദ്ധമായ സംഘടനയാണ്. ഹമാസിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് വേണ്ടി മെഴുകുതിരി കത്തിക്കാനും കൊടി പിടിക്കാനും ഒക്കെ നമ്മുടെ നാട്ടിൽ പോലും ധാരാളം ആളുകളുണ്ട്. എന്നാൽ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു ഭീകര പ്രസ്ഥാനമാണ് ഹമാസ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാൽ പല രാജ്യങ്ങളിലും ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്ന രീതിയിൽ പല ആളുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെ കൃത്യമായി കണ്ടുപിടിക്കുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം ഇവരിൽ ഭൂരിഭാഗം പേരും വലിയ ചാരിറ്റി പ്രവർത്തകരാണ് എന്നായിരിക്കും പുറമെ ഭാവിക്കുന്നത്. ചാരിറ്റിക്ക് വേണ്ടി പണം പിരിക്കുക, പാവങ്ങളെ സഹായിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുക, ഗാസയിലെ കരയുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രം കാണിച്ച് ഇവർക്ക് വേണ്ടിയാണ് തങ്ങൾ പണം പിരിക്കുന്നതെന്ന് പറയുക. ഇങ്ങനെ വിവിധ കലാപരിപാടികളാണ് ഈ സംഘടന പലതും കാട്ടിക്കൂട്ടുന്നത്. എന്നാൽ ഇപ്പോൾ ഇറ്റലിയിലെ പോലീസും മറ്റ് അധികൃതരുമൊക്കെ ചേർന്ന് കൃത്യമായി ഈ സാമൂഹ്യ സേവനത്തിൻ്റെ പേര് പറഞ്ഞ് ഹമാസിന് വേണ്ടി പണം പിരിച്ചിരുന്ന 9 പേരെ പിടികൂടിയിരിക്കുകയാണ്. മുഹമ്മദ് ഹനൂൺ എന്നാണ് ഇവരുടെ നേതാവിൻ്റെ പേര്. ഇയാൾ ഇറ്റലിയിലെ ഫലസ്തീൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. എല്ലായ്പ്പോഴും ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്ന ഒരാളാണ് ഇദ്ദേഹം. കുറേ മാസങ്ങൾക്ക് മുമ്പ് റോമിൽ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനമൊക്കെ നടന്നിരുന്നു. അതിൽ സ്വീഡനിലെ ആക്ടിവിസ്റ്റായ ഗ്രിറ്റ തുൻബർഗ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാളും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇറ്റാലിയൻ സർക്കാർ ശ്രദ്ധിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, കുറേ നാളുകളായി ഇറ്റലിയിൽ വ്യാപകമായ തോതിൽ ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങളും അതുപോലെ പ്രക്ഷോഭങ്ങളുമൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യമായിരുന്നു. സാധാരണഗതിയിൽ ഇത് ചെറിയ ചെറിയ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നിരുന്ന ഈ ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ തന്നെ പിന്നീട് റോം പോലെയൊക്കെയുള്ള വൻ നഗരങ്ങളിലേക്ക് ഇത് മാറി എന്നുള്ള ഘട്ടം വന്നപ്പോൾ സർക്കാരിന് മനസ്സിലായി ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന്. അതിനിടയിലാണ് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ, അതായത് ലോകത്തെ ഏറ്റവും മികച്ച ചാരസംഘടനയായ മൊസാദ് കൃത്യമായ വിവരങ്ങൾ ഇറ്റാലിയൻ സർക്കാരിന് കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇറ്റലി കേന്ദ്രീകരിച്ച് ഹമാസിന് വേണ്ടി ധനസമാഹരണവും ആയുധ സംഭരണമൊക്കെ നടത്തുന്ന വലിയൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 3 സംഘടനകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവരെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇവരുടെ നേതാക്കന്മാരുടെ വിശദാംശങ്ങളും എല്ലാം തന്നെ മൊസാദ് ഇറ്റാലിയൻ സർക്കാർ നൽകിയിരുന്നു. ഇവിടെ നമ്മൾ പ്രത്യേക ഒരു കാര്യം ഓർക്കേണ്ടത്, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്രായേലുമായി ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന ഒന്നാണ് ഇറ്റലിയിലെ ജോർജിയ മെലോണിയുടെ സർക്കാർ. മെലോണി എല്ലാ കാലത്തും തീവ്രവാദത്തിന് എതിരെ നിൽക്കുന്ന ഒരാളാണ്. മാത്രമല്ല ഇസ്രായേലിൻ്റെ കാര്യത്തിൽ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് അവർ. അങ്ങനെ മൊസാദ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഭീകര സഹായികളെ പെട്ടെന്ന് പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത്. ഇവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് കണ്ടെടുത്തിട്ടുള്ളത്. അതുപോലെ തീവ്രവാദികൾക്ക് എത്തിക്കാൻ ആവശ്യമായ പല സാധനങ്ങളും കണ്ടെത്തി എന്നാണ് വാർത്തകൾ കാണുന്നത്. എന്ത് സാധനമാണെന്നുള്ള കാര്യം തന്നെ വ്യക്തമല്ല. ഒരുപക്ഷെ അത് ആയുധങ്ങൾ തന്നെയാണോ അതോ തീവ്രവാദികൾക്ക് ഭക്ഷണമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മരുന്നോ മറ്റോ ആണോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. പക്ഷേ ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം തീവ്രവാദികളെ സഹായിക്കുക തന്നെ ആയിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നാട്ടുകാരിൽ നിന്ന് ചാരിറ്റിയുടെ പേരിൽ പിരിച്ചെടുക്കുന്ന ഈ പണമെല്ലാം തന്നെ ഇതിൻ്റെ 72% വരെ ഇവർ ഹമാസിന് വേണ്ടി മാറ്റിവെച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഹമാസ് ഇത്രയും നിലംപരിശായിട്ടും ഇപ്പോഴും അവർക്ക് എന്തുകൊണ്ട് പിടിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് ഇത്തരത്തിലുള്ള വിവിധ രാജ്യങ്ങളിലെ ഇവരെ അനുകൂലിക്കുന്ന ഹമാസ് പ്രേമികളുടെ ധനസഹായം. ഇതാരും സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് നൽകുന്നതല്ല. ധനികരായ ആളുകളെ ഒരു പരിധിവരെ അവരെ സോപ്പിട്ടും അതല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിയുമൊക്കെ തന്നെയാണ് ഈ സംഘടനകൾ പണം പിരിക്കുന്നത്. മറ്റൊരു വിഭാഗം ചെയ്യുന്നത് ആളുകളെ വൈകാരികമായി ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കരയുന്ന ചിത്രമൊക്കെ കാണിച്ചിട്ട് അവർ പട്ടിണിയിലാണ്, അവർക്ക് ആരും ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാം ഉദാരമായി സഹായിച്ച് നമുക്കവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞ് ആളുകളിൽ നിന്ന് പൈസ പിരിക്കുന്ന ഒരു രീതി ഇവർക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ വിവിധ രീതികളിലൂടെ പിരിക്കുന്ന പണമൊക്കെ തന്നെ കൃത്യമായി ഹമാസ് നേതാക്കളുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് അവർ തടിച്ചു കൊടുക്കുന്നത് എന്നും ഇപ്പോൾ വ്യക്തമാണ്. നേരത്തെ ഗ്രെറ്റ തുൻബർഗുമായി ബന്ധമുള്ള പല ആളുകളെയും ചോദ്യം ചെയ്തപ്പോഴൊക്കെ തന്നെ അവരുടെ അനുയായികൾ പലരും ഹമാസിൻ്റെ പ്രവർത്തകരോ അനുകൂലികളോ ആണെന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. എന്നാൽ ഗ്രെറ്റ തുൻബർഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേരിൽ ഇപ്പോഴും അത്തരത്തിലുള്ള യാതൊരു കേസും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വിചിത്രമായ കാര്യം. ഗ്രെറ്റ ഇടയ്ക്കിടയ്ക്ക് ആളുകളെയും കൂട്ടി ചെറു ബോട്ടുകളിൽ ഞങ്ങൾ ഗാസയിലെ പാവങ്ങളെ സഹായിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നാടകം കളിക്കുന്നതിൻ്റെ പിന്നിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഈ പണപ്പിരിവാണ് എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം ഓരോ തവണയും ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലാണ് ഇവർ ഇത്തരത്തിലുള്ള ഈ നാടകം അവതരിപ്പിക്കുന്നത്. ഗാസയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ കടലിൽ അവരെ തടയുന്നു. അത് കഴിഞ്ഞ് ഗ്രെറ്റ സംഘവും പ്രഖ്യാപിക്കുന്നു ഞങ്ങളെ ഇവർ കൊല്ലാൻ നോക്കി, ഞങ്ങളെ കപ്പൽ മുക്കാൻ നോക്കി, അല്ലെങ്കിൽ കപ്പലിൻ്റെ നേർക്ക് ആക്രമണം നടത്തി എന്നൊക്കെ പറയുകയും പിന്നീട് ഒന്നും മിണ്ടാതെ വിമാനത്തിൽ കയറി നാട്ടിലേക്ക് മടങ്ങുകയാണ് പതിവ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഗാസയിലെ കുഞ്ഞുങ്ങളെ സഹായിക്കുക ഒന്നുമല്ല, പണം പിരിവ് തന്നെയാണ് ഇവരുടെ ലക്ഷ്യമെന്ന് നേരത്തെ 6 ഗുണങ്ങൾ പുറത്തു വന്നിരുന്നു. ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഒരുപക്ഷെ ഇത് സംബന്ധിച്ച അന്വേഷണം, അതായത് പണപ്പിരിവിൻ്റെ
ബാക്കി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം കിറ്റയിലേക്കും നീളാൻ തന്നെയാണ് സാധ്യത. കാരണം ഇവരുമായെല്ലാം ഇപ്പം നിലവിൽ പിടിയിലായ ഈ 9 അംഗ സംഘവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾ തന്നെയാണ് ഗ്രിറ്റ എന്നും. അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കുക, ആഗോളതലത്തിൽ തന്നെ ഈ ഹമാസ് തീവ്രവാദികളെ സഹായിക്കാൻ വലിയൊരു നെറ്റ്വർക്ക് നിലവിലുണ്ട്. നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലുമൊക്കെ തന്നെ സാമൂഹ്യ പ്രവർത്തകരാണ്, സാമൂഹ്യ സേവകരാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകൾ തന്നെയാണ് ഇവരെ തീറ്റിപ്പോറ്റുന്നത് എന്ന് ഇതിലൂടെ ഇപ്പോൾ കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്.